നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇരിക്ക് സത്യാമ്മേ, ഇരിക്ക്. ഇരിക്ക് സത്യാമ്മേ. ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നുള്ളൂ. ആ, അത്രയെങ്കിലും ഒരു ബന്ധം നമുക്കിടയിലുണ്ടല്ലോ. സന്തോഷം. മോള് അവള് ഉറങ്ങി. അവളെ എഴുന്നേറ്റെന്ന് തോന്നുന്നു. പ്രീതി കണ്ണുകളൊക്കെ അനക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാഴ്ചകളൊക്കെ അവളുടെ കണ്ണിൽ പതിയുന്നുണ്ട്. എല്ലാം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ചില ദോഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചെന്ന് മഹേശ്വരൻ നമ്പൂതിരി പറയുന്നത്. പാറുട്ടി, വാ 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 വാ. ഉറക്കായിരുന്നോ? ഓ കൺമണി, ഇങ്ങ് നോക്കി. ഇവക്ക് സുഖല്ലേ? ആ, ദൈവം സഹായിച്ച അസുഖങ്ങളൊന്നുമില്ല. ഞാൻ പോയി ചായ എടുക്കാം. വിഷ്ണുവേട്ടാ. ആ, പാറുട്ടി, അവൻ എന്തേ? സത്യാമ്മ എന്തിനാ വന്നെന്നാ വിഷ്ണുവേട്ടൻ വിചാരിക്കുന്നെ? എനിക്കൊരു ഊഹം കിട്ടുന്നില്ല. എന്നാലേ എന്നെയോ വിഷ്ണുവേട്ടനോ കാണാൻ വേണ്ടിട്ടല്ല ഈ വരവ്. അത് പാറുവിനെ കാണാനാ. ഓ, അതിനെന്തൊക്കെയോ ഒഴിവ് കഴിവുണ്ടാക്കി ഇങ്ങ് വന്നു. അവർക്കിടയിലുള്ള കൂടിക്കാഴ്ചയിലും സ്നേഹപ്രകടനത്തിലും വിഷ്ണുവേട്ടനൊരു വിലങ്ങുതടി ആവണ്ടെന്ന് കരുതിയാ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അതിനിപ്പോ ഞാനെങ്ങനെ തടസ്സമാണ്? വിഷ്ണുവേട്ടാ, മകളുടെ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മകൾ കൊണ്ട് മൂടാൻ ആ അമ്മ മനസ്സ് തുടിക്കുന്നത് ആ മുഖത്തുനിന്ന് വായിച്ചറിയാം. പക്ഷെ വിഷ്ണുവേട്ടനോ ഞാനോ അവിടെ നിൽക്കുമ്പോ അങ്ങനെ ചെയ്യാൻ സത്യാമ്മയുടെ ഈഗോ സമ്മതിക്കില്ല. ഓ, പുറമേക്കൊരു കരിമ്പാറക്കെട്ടാണെങ്കിലും സത്യാമ്മയുടെ ഉള്ളില് സ്നേഹത്തിന്റെ ഒരു കടല് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് വിഷ്ണുവേട്ടാ. ഞാനേ ചായ എടുക്കട്ടെ. കൊടുകൂട്.
കൂട്ടുകാരെയൊക്കെ കണ്ടോ മോനെ? ആ കണ്ടമ്മേ, എല്ലാവർക്കും വലിയ സന്തോഷമായി. പിന്നെ എന്താ മോനെ വേറെ വിശേഷം? ഒരു വിശേഷം ഉണ്ടമ്മേ. സത്യാമ്മയുടെ വീട്ടിലെ കാര്യസ്ഥൻ രമണൻ പിള്ളയെ കണ്ടിരുന്നു ഞാൻ. എന്താ അവിടെ വിശേഷം? ആ പ്രീതിയുടെ കുഞ്ഞില്ലേ പാർക്കുട്ടി, അന്ന് ഞങ്ങളോടൊപ്പം പഞ്ചകൈലാസിൽ വന്ന മോള്. ആ അതിന് ആ കുഞ്ഞിന്റെ ചോറൂണ് ചടങ്ങ് നടത്താൻ പോവാണെന്ന് സത്യാമ്മയുടെ വീട്ടിൽ വെച്ച്. ആ നാളെയാ ചടങ്ങ്. അതിന് കുഞ്ഞു വിഷ്ണുവിന്റെ ശാലിനിയുടെയും കയ്യിലല്ലേ? അവരതിനെ വിട്ടുകൊടുക്കോ? ഈ പാട് മരണം അവിടുന്ന് ഒഴിവായതിൽ പിന്നെ സത്യാമ്മയും വിഷ്ണുവായിട്ട് പഴയ വിരോധമൊന്നും ഇല്ലമ്മേ. പഴയ സ്കൂൾ കുട്ടികള് പിണങ്ങിയിരിക്കുന്ന അവസ്ഥയിലാ ഇപ്പൊ രണ്ട് കൂട്ടരും. ആദ്യം ആരാ മിണ്ടുക എന്നുള്ള തർക്കം മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ പെട്ടെന്ന് എന്താ അങ്ങനെ ഒരു ചടങ്ങ്, അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച്? ആ വീടിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ടെന്ന്. അത് മാറണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചോറ് കൊടുക്കണമെന്ന് മഹേശ്വരൻ നമ്പൂരി പറഞ്ഞത്രേ. അങ്ങനെയാണെങ്കിൽ അത് പൊളിക്കണമല്ലോ. ആ പ്രീതിയുടെ ഒരു വിധി, സ്വന്തം കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് കാണാനുള്ള യോഗം പോലും അതിനില്ലാതെ പോയല്ലോ. എങ്ങനെ നടന്ന കൊച്ചാ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ? ജീവനുണ്ടോന്ന് ചോദിച്ചാ ഇല്ല, ഇല്ലെന്ന് ചോദിച്ചാ ഉണ്ട്. എല്ലാത്തിന്റെ തുടക്കം അകത്ത് കിടക്കുന്ന ശവത്തിനല്ലേ? എത്ര പേരാ അതിന്റെ പേരിൽ അനുഭവിക്കുന്നത്? ചില നേരത്തെ ആലോചിക്കുമ്പോ ഒറ്റ ചവിട്ടിൽ കൊല്ലാൻ തോന്നും എനിക്ക്. നീ പോയി കഴിഞ്ഞ് ഇവിടെ കിടന്ന് വലിയ ബഹളമായിരുന്നു. തുറന്നു വിട്ടില്ല എന്നുണ്ടെങ്കിൽ പട്ടിണി കിടന്ന് ചാവൂന്നൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ അത്രയും സന്തോഷം. ഭക്ഷണത്തിൽ പാഷണം ചേർത്ത് കൊടുത്താലെന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. അമ്മ കുളിക്കാനത്തിന് ചൂടുവെള്ളം എടുക്ക്, നല്ല ക്ഷീണമുണ്ട്. അവൾക്കുള്ള അത്താഴം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൊടുത്തിട്ട് മോനി ഞാൻ വെള്ളം ചൂടാക്കി തരാം. കൊടുക്ക് കൊടുക്ക്. ചിക്കനും മട്ടനും ഒന്നും കൊടുക്കണ്ട. അത് കഴിച്ചിട്ട് പിന്നെ എല്ലിനിടെ കിടന്ന് കൂത്തണ്ട. രോഹിത്, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.